ഹലോ മക്കളെ, കെമിസ്ട്രി ഓഫ് വിഷൻ, കാഴ്ചയ്ക്ക് പിന്നിലുള്ള ഒരു സ്വതന്ത്രം. ഇതും പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, പക്ഷേ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പം ഈ ബുക്കിനകത്തിലാണ് കേട്ടോ. നോക്കാം നമുക്ക്. ആദ്യം റോഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു കാണപ്പെടുന്ന എവിടെയാണ്? റോഡ് കോശങ്ങളിലാണ്. റോഡോപ്സിൻ ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്തായി മാറുന്നു? റെറ്റിനാലും അതുപോലെ തന്നെ ഓപ്സിനായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫോട്ടോപ്സിൻ്റെ കേസിലും. ഫോട്ടോപ്സിനും വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്തായി മാറുന്നു? റെറ്റിനാൽ പ്ലസ് ഓപ്ഷനായി മാറുന്നുണ്ട്. ഇവർ നോക്കിയാൽ തിരിച്ചും റിവേഴ്സിബിൾ ആണല്ലേ. അതായത് റെറ്റിനാലും ഓപ്ഷൻ ചേർന്ന് എന്തായി മാറുന്നുണ്ട്? റോഡോപ്സിനായി മാറുന്നുണ്ട്. താഴെ നോക്കിയേ, റെറ്റിനാൽ പ്ലസ് ഓപ്ഷൻ ഫോട്ടോപ്സിനായിട്ടും മാറുന്നുണ്ട്. ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് ദി പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദി ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഡിസോസിയേറ്റ്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? വർണ്ണവസ്തുക്കൾ വിഘടിക്കുന്നുണ്ട്, ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് കെമിക്കൽ ചേഞ്ച് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. അവിടെ ഉണ്ടാവുന്ന ആ ഒരു കെമിക്കൽ ചേഞ്ചാണ് അവിടുത്തെ ആവേഗം നിർമ്മിക്കാനുള്ള കാരണമായിട്ട് മാറുന്നത്. ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദി സെറിബ്രം ത്രൂ ദി ഒപ്റ്റിക്കൽ നെർവ് ആൻഡ് ദിസ് എനേബിൾസ് ദി വിഷൻ. ഇവരെന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നേത്രനാടി വഴി ഒപ്റ്റിക് നെർവ് വഴി എത്തുന്നു, നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തുന്നുണ്ട്. അതുമൂലം കാഴ്ച സാധ്യമാകുന്നുണ്ട്.